അതായത് സ്ത്രീകൾക്ക് ബസ്സിൽ എന്ത് ചെയ്യും ഫ്രീ ഇതുണ്ടാവും 3000 രൂപ കൊടുക്കുകയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും ചെറിയ ചില വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴേക്കും വോട്ടർമാർ അതിനനുകൂലമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ സാമൂഹ്യ അവസ്ഥ ഇപ്പോഴും അത്ര പരിതാപകരമാണെന്നാണ്. അതുകൊണ്ട് ഇവരുടെ സ്ട്രാറ്റജി എന്താണ്? കേരളത്തെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി BJP കൊണ്ടുവന്നിരിക്കുന്ന അജണ്ട എന്താണ്, ഭാവിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് കുറച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ RSSന്റെ ശാഖയിലൊക്കെ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്, ഇതൊക്കെ അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറയണം. അതിന് എതിർ നരേറ്റീവുകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണം. കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചു. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് മറ്റ് തിരഞ്ഞെടുപ്പുകളെ പോലെ തന്നെ വളരെയേറെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ വഴി തന്നെ നടന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. പക്ഷേ എന്നാൽ ഈ തിരഞ്ഞെടുപ്പിനെ, അതിൻ്റെ പ്രചാരണത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ആദ്യമല്ല, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ, അതിൽ വിശിഷ്യ പാലക്കാട്, ഒരു പരിധിവരെ ചേലക്കരയും, പിന്നെ വയനാട് വേണ്ടത്ര എന്ത് ചെയ്തിട്ടില്ല, അത്ര ചർച്ചയായിട്ടില്ല. അതിലുണ്ടായ ചർച്ചകൾ, അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് വന്ന രീതികൾ, അതിലെ പ്രചാരണ വിഷയങ്ങൾ, ഏതുവരെയെന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ, റിസൾട്ട് കഴിയുന്നത് വരെയുള്ള സംഭവങ്ങൾ, റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള വിലയിരുത്തലടക്കം എടുത്തു നോക്കിയാൽ നമുക്കൊരു ഒരു ഖേദവും സന്തോഷവും രണ്ടും ഒരുമിച്ചുള്ളൊരവസ്ഥയാണ് അതിനെപ്പറ്റി നമുക്ക് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു സംഭവം. അതിൽ ഖേദകരം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ചർച്ചയാകേണ്ടത് കൃത്യമായി രാഷ്ട്രീയമാണ്, വികസനമാണ്. ആ ഒരു പരിസരത്തു നിന്ന് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഗതി. അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ശരിക്കും ഡിസ്കഷൻ വരേണ്ടത് എന്താ, അവിടെയുള്ള വികസനം, അതുപോലെ തന്നെ മാനുഷികമായ പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അത് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഓഡിറ്റിങ്, അതിൽ ഇനി പ്രതിപക്ഷത്തിന് അതിലെന്താണ് തിരുത്തു പറയാനുള്ളത് എന്നുള്ളത്, അവരുടെ ആ നിലക്കുള്ള വാഗ്ദാനങ്ങൾ എന്താണെന്നുള്ളത്, അങ്ങനെ ജനബന്ധിതമായി ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് പോകുന്നതാണ് ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒട്ടുമേ ഉണ്ടായില്ല. അതിന് പകരം തീർത്തും ചർച്ചയായത് ഈ വർഗീയത തന്നെയാണ്. വർഗീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പ് എന്നതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇതിൽ സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, എല്ലാവരും പ്രതീക്ഷിച്ചൊരു വിഷയം എന്താ, നേരത്തെ ഷാഫി പറമ്പിൽ മത്സരിച്ച സമയത്ത് വളരെ നേരിയ ഒരു മാർജിനാണ് അദ്ദേഹം ജയിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക മതനിരപേക്ഷ നിലപാടിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇതെങ്ങോട്ട് എടുക്കും എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി എന്ത് ചെയ്തു, ഒരു മതനിരപേക്ഷ രംഗത്തുള്ള ഒരു കക്ഷി അഥവാ കോൺഗ്രസ് എന്ത് ചെയ്തു, ജയിച്ചു. അത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ എന്താ വെച്ചാൽ BJP എന്ത് ചെയ്തില്ല, അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ല എന്നുള്ള കാര്യത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം സന്തോഷമുള്ളത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഈ വർഗീയത തന്നെ രാവും പകലും ചർച്ച ചെയ്തു. അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടും പാലക്കാട്ടെ മതനിരപേക്ഷ മനസ്സുള്ള, ഈ രാജ്യം നിലനിൽക്കണമെന്ന അഭിപ്രായമുള്ള വോട്ടർമാരെ ആ വർഗീയതയൊന്നും സ്വാധീനിച്ചില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ സ്പോട്ട്ലൈറ്റ് പാലക്കാടുള്ള ആ വോട്ടർമാരെ പ്രത്യേകം സല്യൂട്ട് ചെയ്യണം, അഭിനന്ദിക്കണം. കാരണം ഇങ്ങനെയൊക്കെ പുകച്ച് പുറത്തേടിക്കാൻ നോക്കിയിട്ടും അവരുടെ വർഗീയത എന്ത് ചെയ്തിട്ടില്ല, അവിടെ വർക്കൗട്ടായില്ല എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അത് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നല്ല ചില ദിശാസൂചകങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. വർഗീയത ഇളക്കി വിട്ടതുകൊണ്ട് മാത്രം എന്ത് ചെയ്യൂല, ഒരിക്കലും ഇവിടെ ജയിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതിന് ഒരു മുന്നറിയിപ്പ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾക്കും ഈ വിഷയത്തിലൊരു തിരിച്ചറിവ് വേണമെന്നാണ് എനിക്ക് പറയുന്നത്. കാരണം മാധ്യമങ്ങൾ ശരിക്ക് അതിനെ വിഷയത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അതായത് ഇവിടുത്തെ വികസനം, മാനുഷിക പ്രശ്നങ്ങൾ, അവിടെയൊക്കെ കർഷകരൊക്കെ അനുഭവിക്കുന്ന, നെൽകർഷകരൊക്കെ അനുഭവിക്കുന്ന എത്ര ഇഷ്യൂസുകളുണ്ട്, അതിലേക്ക് ചർച്ച കൊണ്ടുവന്ന് അതിൽ പ്രതികരിപ്പിക്കുക, നിർബന്ധിതരാക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ മാധ്യമങ്ങൾ അവരുടെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി അവർ ഈ വർഗീയത
യുടെ പരാമർശങ്ങളും അത് ആ നിലക്കുള്ള ചോദ്യങ്ങളും ആ വിഷയത്തിൽ തന്നെ പ്രതികരിപ്പിക്കാനുള്ള ശ്രമം, അതിനുള്ള മത്സരമാണ് മാധ്യമങ്ങളുടെ രംഗത്തും കണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾക്കുണ്ട് ഇതിലൊരു പാഠം. അവർ റേറ്റിങ്ങിലാണ് നോക്കുന്നത്, അവരുടെ നിലനിൽപ്പിലാണ് നോക്കുന്നത്, രാജ്യത്തിൻ്റെ നിലനിൽപ്പിലല്ല. അതാണ് ഇപ്പോൾ അതിൽ നമുക്കൊരു സമീപനമായിട്ട് പറയണം. അപ്പോൾ നിങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ നടന്നു എന്നുള്ളത് സൂചിപ്പിച്ച്, അപ്പോൾ അവിടെ നമുക്കറിയുന്ന പോലെ തന്നെ BJPയുടെ ഒരു വലിയൊരു നേതാവ് സന്ദീപ് വാര്യർ, അദ്ദേഹം പിന്നെ ആ ഒരു നിലപാടിലൊക്കെ മാറ്റം വരുത്തി, ഞാൻ മതനിരപേക്ഷ ചേരിയിൽ ചേരുന്നു എന്ന പ്രഖ്യാപനമൊക്കെ നടത്തി കോൺഗ്രസിൻ്റെ ഭാഗമാവുകയും, അങ്ങനെ ഒരു മാറ്റം നമ്മൾ ഈ ഒരു ഇലക്ഷൻ ചർച്ച ചെയ്തപ്പോൾ കണ്ടതും വളരെ വലിയ പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിന്നൊരു സംഭവമാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ വരവ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ, അതായത് ഈ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്ത് നിന്ന്, ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഒരാൾ ഏത് കാരണത്താൽ, അയാൾ സ്ഥാനം മോഹിച്ചായിട്ടും വേണ്ടില്ല, അയാൾ വേറെന്തെങ്കിലും ഐഡിയോളജി വിഷയമായിട്ട് ഉന്നയിച്ചിട്ടായാലും വേണ്ടില്ല, എന്തോ ആട്ടെ, ഏത് കാരണത്താലും അദ്ദേഹം അത് വിട്ടുകൊണ്ട് ഞാൻ വരുന്നു ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും വിഷം കുറയും. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ പരാമർശിക്കപ്പെട്ട വ്യക്തി ഒരു ദിവസം വൈകുന്നേരം നടക്കുന്ന ചാനൽ ചർച്ചകളിൽ 2 3 ഒക്കെ ഒന്നിച്ച് ചർച്ച ചെയ്യുന്ന ആളാണ്. ഇതിൽ 10 മിനിറ്റ് കറിയും അതേ ആൾ തന്നെ മറ്റേ ചാനലിൽ അയാൾ തന്നെ പ്രത്യക്ഷപ്പെടും, അയാൾ തന്നെ മറ്റേ ചാനലിലുണ്ടാവും. ഒരേ ടൈമിൽ പല ചാനലുകളിലും കയറിയിട്ട് അത്യാവശ്യം അവരുടെ ഐഡിയോളജി ആളുകൾക്ക് ഗ്രാഹ്യമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശേഷിയുള്ളൊരു വ്യക്തിയാണ് അയാൾ. മിനിമം കാര്യം ആ വർത്താനം നിൽക്കുമല്ലോ. എന്നും വൈകുന്നേരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷം തുപ്പൽ എന്ത് ചെയ്യും, അദ്ദേഹം ഇങ്ങോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് നടക്കുമല്ലോ. ആ ഒരു അംശമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതെങ്കിലും പരിഗണിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് കാണും. ഒന്ന്. രണ്ടാമത്തെ വെച്ചാൽ എല്ലാവരും BJPക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യത്തെ നരേറ്റീവ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സൊന്നും മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ കൂട്ടത്തോടുകൂടിയും MP-മാർ MLA-മാരായി തിരഞ്ഞെടുത്ത ശേഷം കുതിരക്കച്ചവടത്തിലൂടെയും കാലുമാറ്റത്തിലൂടെയും കാശ് കൊടുത്തും എന്നിട്ട് ഈ ഹോട്ടലുകളിൽ ആളുകളെ പാർപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, തടഞ്ഞു നിർത്തുന്നത് BJPക്ക് പോകാതിരിക്കാൻ. അപ്പോൾ അങ്ങനൊരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡിന് എതിരായിട്ട് BJPയിൽ കാര്യപ്പെട്ട കുറേ ആളുകൾ തിരിച്ചു എന്ത് ചെയ്യുന്നുണ്ട്, വേറെ പാർട്ടിക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു നരേറ്റീവ് കൊണ്ടുവരലും എന്താണ് ആവശ്യം. അതിനിങ്ങനത്തെ ഒരു സമീപനം ചർച്ചയാവും. മറ്റൊന്നെന്താ വെച്ചാൽ, ഇത് വാർത്തയാവും വേണം, അങ്ങോട്ട് പോകുകയല്ല ഇങ്ങോട്ടും വരുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, വാർത്തയാവുന്നില്ല. പക്ഷേ മുമ്പ് ഇദ്ദേഹം പറഞ്ഞതും പ്രചരിപ്പിച്ചതുമായിട്ടുള്ള വിഷങ്ങളുണ്ടല്ലോ, അത് മാറ്റി എന്ന് ഉറപ്പ് വന്ന ശേഷം മാത്രമേ ഏത് പാർട്ടിയാണെങ്കിലും അത്തരം ആളുകളെ കുഞ്ചിക സ്ഥാനങ്ങളിൽ വെക്കാൻ പാടുള്ളൂ. അത് ഞാൻ അടിവരയിട്ട കൂടെ പറയണം. അതായത് വന്നത് സ്വാഗതം ചെയ്യാം, പരിഗണിക്കാം, പക്ഷേ ആ പാർട്ടിയുടെ പോളിസി പ്രോഗ്രാമുകളിൽ, അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ, അതുപോലെ തന്നെ ആ നിലക്കുള്ള സ്ഥാനമാനങ്ങളിൽ അതിലേക്ക് പെട്ടെന്ന് എടുത്തു വെക്കുക എന്നിടത്ത് ജാഗ്രത വേണം. അത് ഇദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ പരിശോധിച്ച് അത് സ്കാൻ ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത്തരം കാര്യങ്ങളിലേക്ക് പാർട്ടികൾ കടക്കാൻ പാടും. ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ സന്ദീപിനൊരു ഉത്തരവാദിത്തമുണ്ട്, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ളത് എന്താ വെച്ചാൽ തൻ്റെ നിലപാട് മാറിയിട്ടുണ്ട് എന്ന് ദാർശനികമായി തന്നെ അദ്ദേഹം തെളിയിക്കണം. അദ്ദേഹം ഇത്ര കാലം എന്തൊക്കെ ഈ ചാനലുകളിലും മറ്റും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ ഒരു ബേസ് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള മറുപടി അദ്ദേഹം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, സമൂഹത്തിൽ പറയണം. അതിന് അദ്ദേഹത്തിന് ഒരു പുസ്തകം എഴുതാം, ആത്മാർത്ഥമാണെങ്കിൽ ഒരു പുസ്തകം എഴുതാം. അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ യൂട്യൂബും സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അതിലൊരു പരമ്പരയായിക്കൊണ്ട് എന്ത് ചെയ്യാം, ഓരോ വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതിന് നേരെ മറിച്ച് എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ആഖ്യാനം എഴുതാം. അദ്ദേഹം തന്നെ പറഞ്ഞതിനുള്ള കൃത്യമായ മറുപടികൾ എന്ത് ചെയ്യാം, ഞാൻ ആ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം ടോട്ടലി ഞാൻ വെറുപ്പിൻ്റെ കടയിൽ നിന്ന് വെറുപ്പിൻ്റെ ചന്തയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഞാൻ വന്നു എന്നൊരു ഒറ്റവാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒറ്റവാക്കിൽ നിന്നാൽ പോരാ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, വിശദീകരിക്കുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇവരുടെ സ്ട്രാറ്റജി എന്താണ്, കേരളത്തെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി BJP കൊണ്ടുവന്നിരിക്കുന്ന അജണ്ട എന്താണ്, ഭാവിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് കുറച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ RSSൻ്റെ ശാഖയിലൊക്കെ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്, ഇതൊക്കെ അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറയണം. അതിന് എതിർ നരേറ്റീവുകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വരവ്
വളരെ ആത്മാർത്ഥമാണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നിടത്ത് അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഇതുകൂടി അതിൽ ചേർത്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ പിന്നെ അനുബന്ധമായിട്ടൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചില പ്രസ്താവനകളൊക്കെ നമ്മളിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു വൻ ഭൂരിപക്ഷത്തോടു കൂടി ഒരു പാർട്ടി ജയിക്കാനുള്ള കാരണം അതിൽ SDP പിന്തുണച്ചിട്ടാണ്, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചിട്ടാണ് ഇത്ര വലിയ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടായത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ എത്രത്തോളം വാസ്തവമാണ്, അതല്ലെങ്കിൽ അതിൽ എല്ലാ അർത്ഥം ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഇവരാകുന്നു എന്ന ഒരു നരേറ്റീവ് അതിൽ അറിയാതെ ഉണ്ടാകുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പ്രസംഗിക്കുമ്പോഴും പത്രസമ്മേളനത്തിലും പ്രതികരിക്കുമ്പോഴും അവർ അവിടെ എല്ലാ പ്രധാന നേതാക്കന്മാരും ഇവരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടിയ ഈ ഭൂരിപക്ഷം ഇത്രയും പിന്നെ 10,000-കണക്കിന് വോട്ടുകളും ഇതാണെന്ന് പറയുമ്പോൾ ഇവരാണ്. അപ്പോൾ അതിലെന്താ വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവർ അപരവൽക്കരിക്കുന്നുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു വലിയ വിഭാഗം ഇവിടെ ഒരു വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ആരുടെ കൂടെയാണ്? ഇവരെ കൂടെയാണ്. അവരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ജയിക്കാൻ മാത്രം വലിയൊരു ശക്തിയാണിവർ. യഥാർത്ഥത്തിൽ പാലക്കാട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അടുത്ത് പരിശോധിച്ചാലും അവർ തന്നെ പറയില്ലാത്തവർക്ക് അത്ര മെമ്പർമാരുണ്ട് എന്നുള്ളത്, അനുയായികളുണ്ടെന്നുള്ളത്. അപ്പോൾ ഇല്ലാത്തൊരു സാധനത്തിന് വെറുതെ ആവശ്യമില്ലാതെ ബന്ധപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യേണ്ടതില്ല, പർവ്വതീകരിക്കുമ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ അവരർഹിക്കുന്നതിലധികം വിസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ SDP എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു പിന്നെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനെ നിരോധിച്ചു. ആ നിരോധിച്ചതിന് ശേഷം അവർ ശരിക്കും വിസിബിൾ അല്ല. എപ്പോഴെങ്കിലും വല്ല പത്രപ്രസ്താവനയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ നടക്കാറുണ്ട് എന്നല്ലാതെ നേരത്തെ പോലെ അവരെന്തല്ല, വിസിബിൾ അല്ല. അപ്പോൾ അതിന് മുഖ്യമന്ത്രി എടുത്തുകൊണ്ട് ഇവരെങ്ങനെ ഭയങ്കര വിസിബിളാക്കി അവർ വളരെ സജീവമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് അത് ഒരു ശരിയായ രീതിയല്ല. പിന്നെ ഇതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഒരു പറയുന്നൊരു ലക്ഷ്യം എന്താ വെച്ചാൽ ഭൂരിപക്ഷ പ്രീണനമാണ്. അതായത് ഈ ഒരു ഇലക്ഷനിൽ ഇനി ന്യൂനപക്ഷത്തെ അല്ല ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഇവർക്കെതിരെയാണ് ഞങ്ങൾ എന്നുള്ള ഒരു സന്ദേശം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഏതൊരാൾക്കും എന്ത് ചെയ്യുമ്പോൾ ടാർഗറ്റ് മനസ്സിലാവും. അപ്പോൾ പറയുന്നതിൽ വേറൊരു ആത്മാർത്ഥതയില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു 3 പതിറ്റാണ്ട് കാലം പിന്നെ അവരുടെ ഒരു സഖ്യകക്ഷിയെപ്പോലെ ഇവർ പരിഗണിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള സംഭാഷണങ്ങൾ അവരുമായിട്ട് നടത്തിയതിൻ്റെ എല്ലാ ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തിടുന്നുണ്ട്. അത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇവർ നോക്കാറേ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഈ ആരോപണം അങ്ങനെ പറയാം. അപ്പോൾ അവരൊരു കാലത്ത് കൊണ്ട് നടന്ന ആളുകളാണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്നതിൽ എന്തില്ല, അതാണ് നമ്മൾ ആത്മാർത്ഥത ഇല്ല എന്നുള്ള കാരണം. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു ബാലൻസിങ് നിലപാടാണ് വർഗീയതയോട് ഈ പിന്നെ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. അവിടുന്ന് ജനറേറ്റ് ചെയ്തുണ്ടാകുന്ന നിലപാടുകളാണ് ഇതൊക്കെ. ഈ ബാലൻസിങ് നിലപാട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ തീവ്രവാദത്തിനും എതിരെയുള്ള നിലപാടാണ് ഞങ്ങളുടേത്. രണ്ടിനെയും ഒരുപോലെ ഞങ്ങൾ വിമർശിക്കും. ഈ ഒരുപോലെ വിമർശിക്കും എന്നുള്ളത് ഒരു പാർട്ടിൻ്റെ നിലപാടാകുമ്പോൾ ഈ രണ്ട് സാധനവും ഇവിടെ ഉണ്ടെങ്കിലേ ഇവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അതെ, മനസ്സിലായോ? അല്ലാതെ വർഗീയത ഇവിടെ ഇല്ലാതെയാകണം, അതിൻ്റെ വേര് തന്നെ കൊത്തിയെറുക്കണം എന്നുള്ള നിലപാടല്ല. ഭൂരിപക്ഷ വർഗീയത ഇവിടെ ഉണ്ട്, അപ്പോൾ ന്യൂനപക്ഷ തീവ്രവാദമുണ്ട്. ഇവരെ രണ്ട് കൂട്ടരോടൊപ്പം ഞങ്ങളില്ല. പിന്നെ ആരോടൊപ്പമാണ്? ഇവിടെ പറയേണ്ട പോയിന്റ് എന്താ, ഞങ്ങൾ വർഗീയതക്കെതിരാണ്. അത് എവിടുന്ന് പിന്നെ വരുന്നാണെങ്കിലും അല്ല, ഈ രണ്ടെണ്ണത്തിൻ്റെ ഒപ്പമല്ല എന്നല്ല പറയുന്നത്. അതാണ് ക്രിസ്റ്റൽ ക്ലിയർ നിലപാട്, ആണ് കൃത്യമായി നിലപാട് ശരിക്കും വേണ്ടത്. അപ്പോൾ ആ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്ത് ഇത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പത്രപരസ്യ വിവാദമായല്ലോ, ഈ ഇലക്ഷനിൽ പത്രപരസ്യ വിവാദമായി. ആ പത്രപരസ്യം കൊടുത്ത പത്രങ്ങൾ മുസ്ലിം പത്രങ്ങളാണ്. അതിലാണ് മറ്റുള്ള ആ രീതിയിൽ കൊടുക്കില്ല. അവരുടെ പാർട്ടി പത്രത്തിൽ പോലും എന്ത് ചെയ്യുന്നില്ല, അത്ര പ്രാധാന്യത്തോട് കൊടുക്കില്ല. മുസ്ലിം പത്രങ്ങളിലും ആ മുസ്ലിം വായനക്കാരിലുമാണ്. അതെന്താ വിഷയം? കക്ഷി നോക്കി, മതം നോക്കി അവർക്ക് പറ്റുന്ന സാമ്പിളുകൾ, ക്യാപ്സൂളുകൾ അവർക്ക് കൊടുക്കുക. ഇവർക്ക് പറ്റുന്നത് ഇവർക്ക് കൊടുക്കുക, ഭൂരിപക്ഷത്തിന് പറ്റുന്നത് അവർക്ക് കൊടുക്കുക, ന്യൂനപക്ഷത്തിന് പറ്റുന്നത് അവർക്ക് കൊടുക്കുക. അങ്ങനെ ആളുകളെ ഭൂരിപക്ഷമാക്കിയും ന്യൂനപക്ഷമായി നിലനിർത്തിക്കൊണ്ട് അവരവരുടെ രാഷ്ട്രീയം കൊണ്ടുപോവുക എന്നുള്ള ആ നയമുണ്ടല്ലോ, ആ ബാലൻസിങ് പൊളിറ്റിക്സ്. പിന്നെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ വളരെ നേരത്തെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില പിന്നെ തീവ്രമായ സമീപനങ്ങൾ നമ്മൾ മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് പലതും കണ്ടിരുന്നു. ഇപ്പോൾ SDP പോലുള്ള സംഗതി അവരെ നിരോധിച്ച ഒരു സാഹചര്യം. മറ്റൊന്നെന്താ വെച്ചാൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് അവിവേകമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല,
ഏതുവരെ ഈ ബാബരി മസ്ജിദിൻ്റെ വിധി വന്ന സമയത്ത് പോലും ഇവിടെ ഒരു പ്രശ്നമോ കുഴപ്പമുണ്ടായിട്ടില്ല. ഇത്രമേൽ അനീതിയുള്ള ഒരു സംഗതി വന്നിട്ടും അതിന് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ ഈ പക്ഷം ഇപ്പം സൈലൻ്റാണ്. ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകുന്നില്ല. അപ്പോൾ എപ്പോഴും അതിനുള്ള ഉദാഹരണം പറയാം, പണ്ടൊരു കൈവെട്ടി എന്നുള്ള കേസാണ് പറയാം. അല്ലാതെ അതും തന്നെ അത് എല്ലാ മുസ്ലിം മുഖ്യധാര കക്ഷികളും അതിനെ എതിർത്തതും അത് വേറെ വിഷയം. എന്നാലും അത് എടുത്തു വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്ന് പറയും. ഇപ്പം ഉള്ളത് എന്താണ്, ഇപ്പം തികച്ചും ഏകപക്ഷീയമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അതായത് BJP എന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ കയറി ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വർഗീയത എന്ത് ചെയ്യണം, ഹോൾസെയിലായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടിയുടെ സംവിധാനം, അതുപോലെ തന്നെ അവരുടെ കോർ ടീമിൻ്റെ സംവിധാനം, അത് അധികാരം കൂടി അവർക്ക് കിട്ടുന്നു. അങ്ങനെ സർവായുധ വിഭൂഷരായിക്കൊണ്ട് ഈ വിഷയത്തിൽ വർഗീയമായി ആടിത്തിമർക്കുമ്പോൾ, നിയമനിർമ്മാണം നടത്തുമ്പോൾ, അത് ജുഡീഷ്യറിയെ ബാധിക്കുമ്പോൾ, സർവായുധങ്ങളും എടുത്ത് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ഇതിനെ രണ്ടിനെയും ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന സമീപനം ഉണ്ടല്ലോ, അത് ഇനി പറയണില്ല എന്തില്ല അർത്ഥമല്ല. അത് വെച്ചുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ വിലയിരുത്തലുകൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിൽ ഇവരുടെ വോട്ടാണെന്നുള്ള വിലയിരുത്തലുകൾ ഇവിടെ യഥാർത്ഥത്തിൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിനെ ചാരിക്കൊണ്ടാണ് ഇതൊക്കെ പറയുമ്പോൾ, തങ്ങളെ ചാരിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു അനുയായിയെ പോലെയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്, മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്, തങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇത് പറയുമ്പോൾ മുസ്ലിം ലീഗിനൊരു വിഷയം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് എന്താണെന്ന് വെച്ചാൽ പിന്നെ CPM ഈ ആക്ഷേപിക്കുന്നതിൽ കഴമ്പില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, അത് സംശയമില്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലമുള്ള വെൽഫെയർ പാർട്ടി, ആ വെൽഫെയർ പാർട്ടി ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, പൊതുരംഗത്തേക്ക്, മുഖ്യധാരയിലേക്ക് വരാൻ അവർക്ക് കഴിയണമെങ്കിൽ അതിവിടെ സമുദായത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒരു പിന്നെ സ്പേസ് ഉണ്ട് സമുദായത്തിൽ. സമുദായ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് ഒരു 85% അവർക്ക് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്പേസ് കവർന്നെടുത്തുകൊണ്ട് മാത്രമേ വെൽഫെയർ പാർട്ടിക്ക് അവിടെ കയറിയിരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, മുസ്ലിം ലീഗും ആഭ്യന്തരമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത് പിണറായി വിജയൻ്റെ അതുപോലെ മുഖ്യമന്ത്രി പിന്നെ പാർട്ടിയുടെയും ഒക്കെ ഒരു ആക്ഷേപം മാത്രമാണ് എന്നത് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ തലം അതിനുണ്ട്, അത് ശരിയാണ്, അത് വസ്തുതാപരമല്ല. പക്ഷെ ആഭ്യന്തരമായി ലീഗ് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരുടെ സ്പേസിലേക്ക് വെൽഫെയർ പാർട്ടി വരാതിരിക്കാനുള്ള നിതാന്ത ജാഗ്രത പിന്നെ ഇതിനോടൊപ്പം ഉണ്ടാവുകയും വേണം. നമ്മൾ പിന്നെ നമ്മുടെ ശ്രമൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ അപ്പോൾ ഒരു നിഴൽയുദ്ധമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നുള്ളതാണ് നമ്മൾ ഇതിലും ചുരുക്കി മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഇലക്ഷൻ നമുക്കിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിന് പിന്നെ നമ്മുടെ കേരള സാഹചര്യവും പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന ഒരു ഇലക്ഷൻ്റെ സാഹചര്യം ഇത് തമ്മിൽ നമ്മളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ ജനാധിപത്യം കൂടുതൽ ദുർബലമാകുന്നു, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ദൗർബല്യങ്ങൾ കൂടുതൽ പ്രകടമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട്, ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ചുകൂടെ നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ മഹാരാഷ്ട്ര എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 4 മാസം മുൻപ് മെയ് മാസത്തിലാണ് അവിടെ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത്. അന്ന് കോൺഗ്രസ്സിന് 14 സീറ്റ് കിട്ടി. ആ സ്ഥാനത്താണ് ഇപ്പോൾ നിയമസഭയിലാകെ 16 സീറ്റ് കിട്ടിയിട്ടുള്ളത്. അവിടെ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മോദി തരംഗമില്ല. അവിടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. ഭരണകൂടത്തിനെതിരെ, ഷിൻഡെ ഭരണകൂടത്തിനെതിരെ വ്യക്തമായ വികാരമുണ്ടായിരുന്നു. കർഷകർക്കിടയിലുള്ള മറാത്താവാദം ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ ഒരു ടൈറ്റ് നെക്ക് ടു നെക്ക് ഫൈറ്റാണ് പ്രവചിച്ചത്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറം എങ്ങനെയാണ് ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായതിനെക്കുറിച്ച് ഒരുപാട് വ്യാപകമായിട്ട് ചർച്ചയ്ക്ക് നടക്കണം, അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ ഇതിന് പകരം രാഷ്ട്രീയ നിരീക്ഷകർ വയ്ക്കുന്ന 2 ആശയങ്ങളുണ്ട്. ഒന്ന്, ഈ നാഗ്പൂർ, അതായത് RSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ടുള്ള നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ്. അവിടെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയേറ്റിരുന്നു. അത് RSSനെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു ശക്തി പരീക്ഷണത്തിന് കുറിച്ചുള്ളൊരു ചിന്ത ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ UP-യിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഇവിടെ അവരെന്ത് ചെയ്തു, ഇറങ്ങിക്കളിച്ചു എന്നുള്ളതാണ്. വീട് വീടാന്തരം കയറി
പിന്നെ കൃത്യമായ രാഷ്ട്രീയ പ്രചരണം നടത്തി. അതിൻ്റെ ഒരു ഫലമാണ് എന്നുള്ള പ്രചരണമുണ്ട്. ഈ ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 4 ഘടകങ്ങളാണ് അവിടെ വർക്ക് ചെയ്തതെന്ന്: ക്യാഷ്, കാസ്റ്റ്, കമ്മ്യൂണലിസം, ക്രോപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ ഈ ദൗർബല്യം എന്ന് പറയാൻ കാരണം, ഇവിടെ ഈ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷിൻഡെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒരു പദ്ധതി, വെൽഫെയർ പദ്ധതി, 1500 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാസം കൊടുക്കുന്ന ഒരു പദ്ധതി. ഈ പദ്ധതിക്ക് 1 കോടി മറ്റേ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇത് കിട്ടുന്നുള്ളായിരുന്നു. പക്ഷെ അവർ 2.5 കോടിക്ക് എന്ത് ചെയ്തു, ഇത് കൊടുത്തു എന്നാണ്. ഇത് സ്ത്രീകളെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഇതാണ് ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത്. 2 കർഷകർ ഭയങ്കരമായിട്ടുള്ള അജിറ്റേഷൻ ഉണ്ടാക്കിയിരുന്നു. അവരെ ഒന്ന് പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സവാളക്ക് ഒക്കെ വില, നമുക്കറിയാലോ, വിലയൊക്കെ ഒന്ന് കൂടി, അതൊരു മിനിമം വാല്യൂ ക്രോപ്പിന് കിട്ടുന്ന രൂപത്തിലുള്ളത് ഇത് ചെയ്തു. അപ്പോൾ അത് അവരെ കുറച്ച് എന്ത് ചെയ്തു, തണുപ്പിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘടകത്തെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ നമുക്കറിയാം, ഇപ്പം ശിവസേന എന്ന് പറയുന്ന പഴയ ഒരു ശക്തിയെ, അത് ഒരുപക്ഷെ ഇന്ത്യയിൽ BJPയുടെ വർഗീയത വരുന്നതിനു മുൻപ് ഇന്ത്യയിലൊരു പക്ഷേ വ്യക്തമായ വർഗീയ രാഷ്ട്രീയം പറഞ്ഞ ആളാണ് താക്കറെ. ആ നിലയ്ക്ക് ബോംബെയൊക്കെ അദ്ദേഹം അടക്കി ഭരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവർ മറാത്ത വാദമാണ് അവർക്കുണ്ടായിരുന്നത്. മലയാളികളടക്കം പുറത്താക്കാനുള്ള ശ്രമമൊക്കെ അന്നുണ്ടായിരുന്നു. ഈ തൊട്ട് മുൻപ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തുണ്ടായ ഏറ്റവും വലിയൊരു വിവാദം എന്ന് പറയുന്നത് മറാത്തകൾക്ക് സംവരണമില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ BJP ഉപയോഗിച്ചൊരു തന്ത്രം എന്താ വെച്ചാൽ, ഈ മറാത്തകൾക്ക് സംവരണം, മഹാരാഷ്ട്രക്ക് 3-4 സെക്ടേഴ്സ് ഉണ്ട്. ഇത് വിദർഭ സെക്ടറുണ്ട്, മറ്റേ കൊങ്കൺ, താന ആ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ മറാത്തകൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിൽ പോലും ഈ OBC വിഭാഗങ്ങൾ സ്വാധീനിക്കാൻ ഇവർ നടത്തിയൊരു പ്രചരണം എന്ന് പറയുന്നത്, മറാത്തകൾക്ക് സംവരണം കൊടുക്കുകയാണെങ്കിൽ അത് ബാധിക്കാരേക്കാരം OBCകളേക്കാരം. അപ്പോൾ അത് OBCകൾ സ്വീകരിച്ചു എന്നും അങ്ങനെ OBC വിഭാഗം ഇവരോടൊപ്പം നിന്നു എന്നുള്ളതാണ്. ഈവൻ മുസ്ലിങ്ങൾ പോലും ഇത് ബാധിക്കും. അപ്പോൾ മുസ്ലിങ്ങൾ പോലും അടിത്തറ ഉണ്ടാക്കിയെടുത്തു. മുസ്ലിങ്ങൾ പോലും BJPക്ക് കൂടുതൽ വോട്ട് ചെയ്തു. കാരണം സംവരണം, ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ അറിയാലോ, ഒരു പുതിയ വിഭാഗത്തിന് സംവരണം കൊടുക്കുകയാണെങ്കിൽ ഉള്ളതിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയുള്ളൂ ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരെയും ബാധിക്കുമെന്നുള്ളൊരു വാദത്തിന് ഒന്നിച്ച് നിന്നാൽ രക്ഷയുണ്ട് എന്നുള്ളൊരിതിൽ ഉദ്യോഗമാണ്. എന്തായാലും ശരി, ഞാനിവിടെ പറയുന്നത് വെച്ചാൽ, ഇനി ജാർഖണ്ഡ് എടുക്കുക. ജാർഖണ്ഡിൽ ഈ പറഞ്ഞ കേന്ദ്ര രാഷ്ട്രീയമൊന്നും അങ്ങനെ ഫലിക്കാത്ത ഒരു സ്ഥലമാണ്. അവിടെ നമുക്കറിയാം, ഈ ഹേമന്ത് സോറൻ്റെ അറസ്റ്റ് അത് അവിടുത്തെ 26% വരുന്ന ആദിവാസികളെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അവരുടെ ആ നിലയ്ക്ക് ശക്തനായിട്ടുള്ള നേതാവാണ്. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നത് വെച്ചാൽ, ഇദ്ദേഹം നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ, ഈ ക്ഷേമ പദ്ധതികളാണ് അദ്ദേഹത്തെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. അതായത് 21 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് 10,000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക്. അതുപോലെ പെൻഷൻ പദ്ധതികൾ അദ്ദേഹം പരിഷ്കരിച്ചു. ഇതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാർക്കുള്ള പ്രത്യേകമായിട്ട് സ്കീമുകൾ 40 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ഗുണഭോക്താക്കളായിട്ട് ചെയ്യാൻ പറ്റിയത്. അതുപോലെ 200 യൂണിറ്റ് വരെ ഉള്ള വൈദ്യുതി ഒഴിവാക്കുക എന്നുള്ള, ചാർജ് ഒഴിവാക്കുക എന്നുള്ളത്, ഭവന നിർമ്മാണ പദ്ധതി, ഇങ്ങനെ വ്യത്യസ്തമായ ക്ഷേമ പദ്ധതികൾ തോന്നിപ്പിക്കുന്ന ജനങ്ങൾ പെട്ടെന്ന് ആകർഷിക്കുന്ന ഈ ക്ഷേമ പദ്ധതികളാണ് അദ്ദേഹത്തെ വീണ്ടും അധികാരത്തിലെത്താൻ സഹായിച്ചാലുള്ള. അവിടെ നമുക്കറിയാം, മോദിയോ ഷായോ ഒന്നും എന്തല്ല, അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. അവരൊക്കെ ഇറക്കിയെന്ന് ഒരു മുഖ്യമന്ത്രിയെ അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആസാം മുഖ്യമന്ത്രി ഒക്കെയാണ് അവിടെ കാര്യമായിട്ട് പ്രചരണത്തിന് നിന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ രണ്ടിടത്തും നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമുഖം, ഈ ചെറിയ വെൽഫെയർ സ്കീമുകളാണ് ഈ വോട്ടർമാരെ ആകർഷിച്ചതെന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം കഴിഞ്ഞൊരു രാജ്യത്ത് 1000-1500 രൂപ കൊടുക്കാൻ ഒരു സർക്കാർ തയ്യാറായി കഴിയുമ്പോൾ, മാത്രമല്ല മഹാരാഷ്ട്രയുടെ ഈ മാനിഫെസ്റ്റോയിൽ വേറെ പ്രത്യേകിച്ചൊരു വാഗ്ദാനമില്ല. കോൺഗ്രസ് പോലും ഇതിനേക്കാൾ നല്ല വാഗ്ദാനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു.
അതായത് സ്ത്രീകൾക്ക് ബസ്സിൽ എന്ത് ചെയ്യും ഫ്രീ ഇതുണ്ടാവും 3000 രൂപ കൊടുക്കുകയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും ചെറിയ ചില വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴേക്കും വോട്ടർമാർ അതിന് അനുകൂലമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ സാമൂഹ്യാവസ്ഥ ഇപ്പോഴും അത്ര പരിതാപകരമാണെന്നാണ്. അത് വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന 75 വർഷം കഴിച്ചിട്ടും വികസനം അടിസ്ഥാന തട്ടുകളിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ നിലനിർത്തുള്ളൂ. ഈ ജനത്തിൻ്റെ വോട്ട് കിട്ടണമെങ്കിൽ ഓരോ വികസനം എല്ലാം നിർത്തണം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ അഷ്റഫ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ദുർബലമാകുന്നു എന്ന് പറയാം. കാരണം ജനാധിപത്യമാകുന്നത് അതിനകത്ത് ഏറ്റവും ദുർബലനെ കൂടെ ഉൾക്കൊള്ളുമ്പോഴാണ്, റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുമ്പോഴാണ്, എല്ലാവരുടെയും റെപ്രസെൻറ്റേഷൻ. ഇന്ന് അത് കൃത്യമായിട്ടും മാറുകയും ഭൂരിപക്ഷത്തെ എങ്ങനെയാണോ പ്രീണിപ്പിക്കേണ്ടത് ആ തലത്തിലേക്ക് എല്ലാ കാര്യങ്ങളും മാറുകയാണ്. കേരളത്തിൽ പോലും ഇതേ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കുന്നു എന്നുള്ളതും സാമൂഹിക വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ നമുക്ക് സംശയിക്കേണ്ട ഒരിതിലേക്കാണ് പോകുന്നത്. അത് ഭാവിയിലും ഇത് പ്രകടമാകും. മഹാരാഷ്ട്രയിൽ ഉറപ്പാണ് ഇതുകൊണ്ട് ഇത് അവസാനിക്കില്ല. മഹാരാഷ്ട്ര പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുകയല്ല ചെയ്യും, അവിടെ ഇനിയും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഒരു ഇലക്ഷനിൽ ഒരു മാജിക്ക് കളിക്കാൻ ഇത്രയൊക്കെ മതി എന്ന് വരുന്നത് വളരെയേറെ നമ്മൾ അപകടം മണക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഈ ചേലക്കര പരാജയം ഉണ്ടായല്ലോ രമ്യ ഹരിദാസ്. അപ്പോൾ അവർ ഫേസ്ബുക്കിൽ അവർ അതിൻ്റെ ഒരു കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് ഈ സാജൻ സക്രിയെ അവർ കൂടെ ഒന്നിച്ചൊരു പടം എടുത്ത് കണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞു പോകേണ്ടൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് വളരെ പിന്നെ വൈകിപ്പോയി എന്നുള്ളതാണ്. എത്രയോ നേരത്തെ ഇവരുടെ ശ്രദ്ധയിൽ പല രീതിയിലും ആളുകൾ പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ട് ആ വിഷയം. പക്ഷെ ആ പ്രതികരിച്ചതൊന്നും അവരിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അതായത് അതുകൊണ്ട് അവർക്ക് ചില ഗുണം കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് പിന്നെ ഫലം പുറത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇതെല്ലാവർക്കും ഒരു പാഠമാകണമെന്ന് ഞാൻ പറയുന്നത്. ഈ വിദ്വേഷ യൂട്യൂബർമാരെ പിന്നെ സഹകരിപ്പിച്ചുകൊണ്ട് കൂടെ പിടിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ്സിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും വേറെ രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ ഉള്ള എല്ലാവർക്കുള്ളൊരു സന്ദേശമാണ്. അതുകൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായും നമ്മൾ ഇലക്ഷനുകൾ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കേണ്ടതാണ്, യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തേണ്ടതല്ല എന്നുള്ളതാണ് നമ്മൾ എത്തിയൊരു കൺക്ലൂഷൻ.